Hello guys, welcome back to my channel Combat അല്ല JK Gaming. ഇന്നത്തെ പേര് മാറ്റിയതുകൊണ്ട് അത് പറഞ്ഞു നോക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. സിമുലേറ്ററിലെ ഓഫ് റോഡ് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഇന്നത്തെ പാർട്ട് കണ്ടവർക്ക് അറിയായിരിക്കും ഞാനിതൊക്കെ അവിടെ കൊണ്ട് ഇരിക്കുന്നത്. എനിക്ക് വല്ല അറിയില്ല. അത് എണ്ണി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു. മറ്റേ എനിക്ക് ആ എണ്ണ എടുത്തിട്ട് രൂപ കൊടുക്കേണ്ടി വരുന്നു എന്ന് നോക്കാനാണ്. ഇത്രയേ ഉള്ളൂ. അവിടെ ഇത്രയൊക്കെ മഴ ഉണ്ടായിരുന്നു. ഈ വഴി കയറി കൊള്ളാണ്ട് കുറെ ഒന്നും ഇല്ല. പക്ഷെ നമ്മുടെ വണ്ടി എടുക്കാൻ താഴെ ആ ഒരു കുഴപ്പമുള്ളൂ. എന്ന് വെച്ചാൽ രണ്ടുപേരും താഴെ പോയാൽ വീഡിയോ ഉണ്ട്. ഇത്രയും കുഞ്ഞു വഴി ഈ വണ്ടി എങ്ങനെ ഇതിലെ പോകുന്നത് ഞാൻ പോവാണ്. ആ കുഴപ്പം ഞാൻ അത് ഇത് കണ്ട് ഇങ്ങനെ പോകും. അപ്പോൾ ഇങ്ങനെ കണ്ട് ഇങ്ങനെ മഴ അങ്ങനെ താഴെ പോയാൽ പോകും. ഒരു എലിമിഷൻ വരുന്നത്. ഓ ഷോർട്ട് കട്ടാണ് ഈ വഴി കൂടെ. മറ്റേതിൽ കൂടെ പോയാൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ അവിടെ എത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വഴി ചൂസ് ചെയ്തത്. പക്ഷെ ഞാൻ ഇതിലെ പോയിട്ടുമില്ല, അതാണ് കുഴപ്പം. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഇവിടെ വേറെ വഴി കണ്ടുപോയെന്ന് പറഞ്ഞാൽ അതിൽ വഴി തീർന്നു ഇവിടെ മുമ്പ്. മഴ ഞാൻ വൈപ്പറം നോക്കിയാൻ പോയിരുന്നു. അയ്യോ വണ്ടി ചെരിയുന്നു. മരം വഴിയാണ് കുത്തി അതുകൊണ്ടാണ് അടുത്തുകൊണ്ട് മരം നട്ട് വെച്ചിരിക്കുന്നത്. അതാരും ചെയ്തു മണ്ണിക്കെണെങ്കിൽ മുഖത്ത് തന്നെയാണ് ചെറുതൊക്കെ ആടിക്കൊണ്ട് കിട്ടുമല്ലോ. ഇനി ഇതൊക്കെ തൊട്ട് കടയിൽ വീഴുന്നു. അതാണ് എനിക്ക് സംശയം. ഇവിടെ അങ്ങനെ വണ്ടിക്ക് തൊട്ടിയില്ല. കുറച്ച് അതിന് കഴിഞ്ഞ് ഞാൻ ഇല്ല പോയില്ല. അപ്പൊ കുറേ നേരം കഴിഞ്ഞാൽ അപ്പൊ ഇനി ഈ വഴി തന്നെ എന്റെ വഴി. നമ്മുടെ വഴി ഇതൊക്കെ ഇന്നത്തെ വഴി തന്നെ. മുന്നിലൊരു വണ്ടി ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അതിലേ പോയിട്ടൊക്കെ വരുമ്പോ ഒരാളിവിടെ മുന്നിൽ വിളിച്ച് എനിക്ക് ഞാൻ മനപ്പം ചിലവരിയ്ക്കാറുണ്ട്. മോശം ഞാൻ സ്പീഡ് വരുമ്പോഴേക്കും ഈ മാപ്പിലൊരു ഫൈനൽ ഒരു
അവിടെയാണ് നമുക്ക് ലോഡ് ഇറക്കേണ്ടത്. ലോഡ് സിമെന്റ് ആണ് നമുക്ക് ഇറക്കണം. ഇവിടെ ഈ വണ്ടിയാണ് തീരുന്നില്ല. ഞാൻ ഇതിൽ എത്ര പ്രാവശ്യം നോക്കിപ്പിടിക്കണം. ബ്ലോയി ബ്ലോയി ഇത് തിരിഞ്ഞു വരുന്നു പോകും. അതായി PCD കളിക്കുന്ന ഇങ്ങനത്തെ ഒരു ഓപ്പൺ വേൾഡ് ഗെയിം ഇല്ലേ കഴിഞ്ഞു. ആ അന്ന് അതിൻ്റെ അകത്തുള്ള വണ്ടി കൊണ്ട് അതേപോലെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ വണ്ടി ഇഷ്ടം. ഓക്കെ, ഇനി ഇവിടെ അവിടെ കണ്ടാണ് ഇവിടെ. ओके गैरेज। फ्लिपकार्ट पे एसी इतना सस्ता कि पेंगुइन्स को भी मांगता। शॉप नाउ ऑन फ्लिपकार्ट। ഫ്ലിപ്കാർട്ടിന്റെ പരസ്യം എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ഞാൻ ഇവിടുന്ന് അപ്പുറത്തുനിന്ന് ഒച്ച കേൾക്കാണ്ടിരിക്കാൻ വേണ്ടി തലേണയൊക്കെ വെച്ചിട്ടില്ലേ ഈ ബെഡിന്റെ ഇവിടെ മൊത്തം മൂടി വെച്ചേക്കും. എന്നിട്ട് എനിക്കാണെങ്കിൽ ഇവിടെ തല ഇങ്ങനെ നേരെ കിടന്നിട്ടാണെങ്കിൽ വേദനിക്കുന്നുണ്ട്. പക്ഷെ കിടക്കണമെന്നുണ്ട്. കിടന്നാൽ പിന്നെ സൗണ്ട് മൊത്തം കേൾക്കുകയും ചെയ്യും. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഫോൺ ഇങ്ങനെ നേരെ പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചിരിഞ്ഞ് കിടക്കുക. അയ്യോ നല്ല ഇത് മറ്റേ എന്നാ പുട്ടിന്റെ ഇത് കൊണ്ടുപോകണ വണ്ടി. ഇതിന്റെ വലിയത് എൻ്റെ കയ്യിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. വേറെ ഫോണിലായിരുന്നു. അത് പോയി. ഇത് പിന്നെ ആറാട്ട് എന്ന് പറയണ വണ്ടിയുടെ അല്ല ട്രാവലർ. ഇത് അങ്ങനെയാണ് വണ്ടി. ഇതും ആ വണ്ടി തന്നെയാണ്. പക്ഷെ ഞാൻ അറിയാണ്ട് ഈ വണ്ടി കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് 2 പ്രാവശ്യം ഞെക്കി പിന്നെ അതിൻ്റെ ഇത് കിട്ടാൻ വേണ്ടി. അതുകൊണ്ടാണ് അത് 2 എണ്ണം. ഈ വണ്ടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് സ്പീഡിൽ പോകും. ഇതിൻ്റെ തിരിക്കുമ്പോഴുണ്ടല്ലോ പിന്നെ നമ്മളിപ്പോൾ ഒരു വളവ് വന്നെന്ന് വെച്ചോ, അതിൻ്റെ കുറച്ചും കൂടെ മുന്നിലോട്ട് പോയിട്ട് തിരിച്ചാൽ തന്നെ ആ വളവിൽ ഈസി ആയിട്ട് കയറും. ഇതായിരുന്നു പിന്നെ നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന വണ്ടി. ഇനി നമുക്ക് വേറെ വണ്ടി എടുക്കാം. എന്നിട്ട് അത് ഓടിക്കാം. വേറെ പണിയില്ലല്ലോ. മായാവിന്റെ ഒരു വണ്ടി ഉണ്ടല്ലോ, ഒട്ടും സ്പീഡില്ല കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം. അതിന്റെ KSRTC ഓടിക്കാലോ. ഞാനത് ഓടിക്കാറ് പോലില്ല. പച്ച ഇടിക്കല്ലേ എന്നും പറഞ്ഞ് എനിക്ക് പേടിയാവും എനിക്ക് ഓടിക്കാൻ. പിന്നെ ഈ AC ലോറിയുടെ ടിപ്പർ ഇതൊന്നും ഓടിച്ചു നോക്കട്ടെ. അല്ല ഞാൻ പണ്ട് വേറെ ഫോണില് ഓപ്പോ അതില് പിന്നെ കൊറേ വണ്ടി ഉണ്ടായിരുന്നു. ഇത് കൂട്ട് JCB ഉണ്ട്, കൊമ്പനുണ്ട്, വണ്ണസ് ഉണ്ട്, ജേഗിരി ഉണ്ട്, അതേപോലത്തെ എല്ലാ വണ്ടിയും ഉണ്ടായിരുന്നു അതില്. അപ്പൊ പിന്നെ ഇതിൻ്റെ അകത്ത് ഫുള്ള് ഈ വണ്ടി മൊത്തം ഉണ്ടായിരുന്നു. അപ്പൊ അതിലിരുന്ന് കളിയായിരുന്നു പണ്ട് മൊത്തം. ഇപ്പൊ ഒരാളല്ലേ വന്നു. ഞാൻ ആ ആട് കണ്ടുപിടിച്ചില്ലേ. ഞാനത് കാണില്ല ആട്. ഓക്കെ, ഇതാണ് മാപ്പ്. എന്റെ ഫേവറേറ്റ് മാപ്പാണ്. ഈ മാപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും. ഇനി വണ്ടി ഡോർ കേരള ട്രാഫിക് മോഡിന് കൊടുത്ത് കുറേ ബസ്സിന്റെ കഥ കുറെ മോഡ് വരും. അതിനൊക്കെ ഈ മാപ്പൊക്കെ ആണെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ബസ്സിലേക്ക് പോയിട്ട് ഒരു കാര്യം ചെയ്യാം. അല്ലെങ്കിൽ അത് നിങ്ങളെ കാണിച്ചു തന്നിട്ട് ഞാൻ ചെയ്യാം. ഫ്ലിപ്കാർട്ടിന്റെ പരിചയം എനിക്ക് കൊള്ളുകയില്ല ഇത് കേട്ടോ. നെറ്റ് ഓഫ് ചെയ്തിട്ട് ഞാനിന്ന് കളിക്കുന്നു. ഇതിൻ്റെ അകത്ത് പോകുക. ഏറ്റവും താഴെ ഈ മോഡെന്നുണ്ടാവും. ഈ മോഡിൻ്റെ അകത്ത് പോയിട്ട്
ഇത് കണ്ട ഈ മാപ്പ്, ഇതിന്റെ അകത്ത് ഞാൻ 1 2 3 4 5 മാപ്പ് ഉണ്ട്. അത് ഞാൻ ഡൗൺലോഡ് ചെയ്തതാണ്. അപ്പൊ ഈ ഇത് കണ്ട, ഇതിൽ ഞെക്കിയിട്ട് ഇതിൽ ഞെക്കണം. അപ്പൊ നമുക്ക് കുറെ ഫയൽസ് കാണിക്കും. അതിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് മാപ്പിന്റെ പേര് കാണിക്കും. ആ പേരിൽ ഞെക്കിയിട്ട് പിന്നെ പൈസ കൊടുത്ത് ആഡ് കണ്ടോ അതാക്കാം. എന്നിട്ട് നിങ്ങൾ വണ്ടി വേണമെങ്കിൽ കേരള ബസ് മോഡ്, ട്രക്ക് മോഡ്, കാർ മോഡ്, ബൈക്ക് മോഡ്, അങ്ങനെ കുറേ ഉണ്ട്. അതിലും കൊടുക്കാം. അന്നേരം ഇത് കൂട്ട് വണ്ടികളും കിട്ടും. അത് വെച്ചിട്ട് ഇപ്പൊ ഞാൻ ആ ഓഫ് റോഡ് ആ മോഡ് ഇട്ട് കളിച്ചില്ലേ, അതാണ് ആ മാപ്പ്. ഇങ്ങനെ കളിക്കാൻ പറ്റും. അപ്പൊ അതാണ് അതിന്റെ കാര്യം. ഈ വണ്ടിയല്ലേ ഞാൻ ഓടിക്കാൻ പോയെ. എന്നിട്ട് ഞാൻ പിന്നെ വേറെ വണ്ടി എടുക്കാൻ പോകണം അറിയാണ്ട് സംസാരിച്ച് ഞാൻ വേറെ ഇങ്ങനെ ഒഴിവായി ഇങ്ങനെ പോകും. അതെന്റെ സ്ഥിരം പണിയാണ്. ഇങ്ങനെ ഓരോരുത്തരോട് സംസാരിക്കും. Flipkart Pay. കുറെ പരസ്യത്തിന്റെ ഇടയിൽ കയറി വരുന്നുണ്ട്. നിങ്ങൾക്ക് കുഴപ്പമില്ലേ കണ്ടോ? എനിക്ക് ഭയങ്കര ദേഷ്യം കയറുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാനില്ലാണ്ട് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇതൊക്കെയുണ്ട്. ഇവിടെ കമ്പനിയാണ് ടാറ്റ, അല്ലാതെ നമുക്ക് ടാറ്റ ഒന്നുമില്ല. പക്ഷേ അപ്പൊ ഈ വണ്ടിയുടെ സ്പീഡ് കണ്ടോ? അവരെന്തെങ്കിലും ഫോൺ എടുത്തുകൊണ്ട് പോകണം. ഞാൻ ഇത്രയും ദൂരെ ഇല്ലേ. ഇവിടെ ഒന്ന് കയറാം. ഞാൻ റിപ്പയർ ചെയ്യാനൊന്നും കയറാണ്. വണ്ടിയുടെ ഇതൊക്കെ കാണിക്കാം. എബിലിറ്റീസ്, ഇത് പൊക്കാൻ പറ്റും, താക്കാൻ പറ്റും, പിന്നെ ഇത് കളയാൻ പറ്റും, പിന്നെ അത് ലോഡ് കയറ്റി കൊണ്ടുവരാൻ പറ്റും. പിന്നെ JCB വിളിച്ച് മണ്ണ് കോരി ഇടാൻ പറ്റും. എന്നാലും JCB പിന്നെ വേറെ സ്ഥലത്തോട്ട് ടെലിപ്പോർട്ട് ആകും. നിങ്ങൾ അവിടെ, ഞാൻ ഇവിടെ, നിങ്ങൾ പിന്നെ അവിടെ അല്ലേ. നമ്മൾ ഇവിടെ നമ്മള് ഫോൺ എടുത്ത് കൊടുക്കുകയല്ലേ. ഇടിക്കാൻ ഞാൻ തിരിച്ചിടിക്കും. ഇപ്പൊ ആക്കിയതല്ലേ കാര്യം. ഇന്ന് ഞാൻ കൊണ്ടുപോയിട്ട് ഇടിപ്പിച്ചിട്ടില്ല. എന്നുവെച്ചാ എന്റെ ഫേവറേറ്റ് വണ്ടിയാണ്. ഞാനിപ്പോ ഇടിപ്പിക്കാൻ വേണ്ടി ഇതിനെന്നാ ഇലകൾ കറങ്ങി ചാടിക്കുന്നു. ഇവന്മാരും അതേപോലെ ഒരു ചാടി വരും. പുറകിൽ ബസ്സുണ്ട്. നമ്മള് കൊള്ളാലോ ഇതിന്റെ മുകളിൽ കൂടെ എവിടെ നോക്കിയാണ് കൊണ്ടുപോയിരിക്കണേ. ഉണ്ടോ അവനും താഴ്ത്തു. എന്റെ വണ്ടിയുടെ പോലെ നോക്കിയേ. അങ്ങനെയായിരുന്നു വണ്ടി. നല്ല ഭാഗ്യമൊന്നുമില്ല എനിക്ക്. പണ്ടൊക്കെ ഗെയിമിൽ വലിയ സാധനമാണ് ഇരിക്കുന്നത്. ഒരു ആദ്യം പറയുന്നത് ഒരാൾ പോകുന്നുണ്ടായി. കുറച്ച് ബഗും തടവും ഇവിടെ ചാടിയാലേ വന്നു. ഈ വണ്ടി വലിയ ഓഫ് റോഡ് കയറും. ഇതിലെ കൂടെ ചുമ്മാ കയറി പോകും. പക്ഷെ ബസ്സൊക്കെ, ചില ബസ്സൊക്കെ ഇതിന്റെ കയറും. പക്ഷെ ഈ വണ്ടി ഇവിടെ കയറും. ഈ ഭാഗത്ത് കയറാൻ എല്ലാം വണ്ടി കയറും. പക്ഷെ കഴിഞ്ഞ ദിവസം കയറിയത് അവിടെ ഇതുണ്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് നിന്ന് ഓണാകും, നിൽക്കുന്നു ഓണാകുന്നു, നിൽക്കുന്നു ഓണാകുന്നു. അത് ലാഗിന്റെ കുഴപ്പം. റോഡ് ചാടി കിടന്നല്ലോ. ഞാനിവിടെ നേരെ ശാന്തമായിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വൈകുകയായിരുന്നു. പറ്റില്ല. നേരം കൊണ്ട് ഈ എന്റെ വണ്ടിയുടെ ഇങ്ങനെ
ഇരിക്കുന്ന പോലെ മറ്റേ സൈഡ് കാണാം എന്റെ വണ്ടി. പട്ടിയുടെ മോടെ മറ്റേ എന്നാ പട്ടി, ഒരു പട്ടി ഇല്ല, എന്നാ ബ്രീഡാ അതിന്റെ പേര്? അതേപോലെ ഇരിക്കുന്നു, അതേപോലെ ഉണ്ട് ഈ വണ്ടിയുടെ ഇടിച്ചിട്ട് കാണാൻ വേണ്ടി. രസം കേട്ടോ ഡിസൈനൊന്നും അറിയാവുന്നുണ്ട. നമുക്കറിയാമോ നമുക്ക് 2 വണ്ടി എടുക്കാനുള്ള അല്ലേ? ഹലോ ഗൈസ്, സെക്കൻഡ് പാർട്ട് വീഡിയോ ഇടണം, ലോങ് വീഡിയോ ആണ് ഇത്. ഓക്കെ ഗൈസ്.